ഇന്ന് തന്നെ ഡൗൺലോഡ് ചെയ്യൂ. കാണൂ നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ്. അതിന്റെ അർത്ഥം വീണയ്ക്ക് എന്റെ മുന്നിൽ വന്നു നിന്ന് എന്തും പറയാമെന്നല്ല. മറ്റു പലരും മാറിയതുകൊണ്ട് ഒരിക്കലും സുജാതയെ നിത്യം മാറുമെന്ന് നീ കരുതണ്ട. അതുകൊണ്ടാ വീണ്ടും ഓടി വന്നേ. താങ്ക് യു ജയ, താങ്ക് യു. അപ്പൊ പിന്നെ എങ്ങനെയാ നമുക്ക് ഫ്യൂച്ചറൊക്കെ ഒന്ന് പ്ലാൻ ചെയ്യണ്ടേ? ആരായി ചോദിക്കുന്നേ? സ്വന്തം ജീവിതം മാത്രമല്ല, മറ്റു പലരുടെയും ജീവനും ജീവിതവും പ്ലാൻ ചെയ്യുന്ന ആളാ മിസ്റ്റർ ജയ. ഇത് ബിസിനസ് അല്ലല്ലോ, നമ്മുടെ ജീവിതമല്ലേ. എന്നാലും പ്ലാനിങ് ജീവൻ മതി. ഞാൻ ഇറങ്ങിക്കോട്ടെ. ഇറങ്ങണോ? ഓക്കെ, ടേക്ക് കെയർ. ഐ മിസ് യു. ജയറിന്റെ ജീവിതത്തിൽ പങ്ക് ചോദിക്കാൻ വന്നിരിക്കുന്നവർ അധികം വൈകാതെ ഇവൾക്കൊരു കുഴിയെടുക്കേണ്ടി വരും. എന്താ ശരവണ, സുഖമല്ലേ? അല്ല, എന്തു പറ്റി മുഖത്തൊരു തെളിച്ചില്ലാത്തത്? മോന്റെ ബർത്ത്ഡേ പാർട്ടി നടക്കാൻ പോവല്ലേ? വീട്ടുകാരുടെ മുഖത്തൊക്കെ സന്തോഷമല്ലേ കാണേണ്ടത്? മാഡം, നീങ്ക ഉള്ള പോങ്ങ. അയ്യോ, നീ ഇങ്ങനെ തളർന്ന ശബ്ദത്തിലൊന്നും സംസാരിക്കല്ലേ ശരവണ. നീ ഇവിടുത്തെ വേട്ടപ്പട്ടിയല്ലേ? നീ നന്നായിട്ട് കുരയ്ക്കേണ്ട ആളല്ലേ? നീ മാത്രമല്ല, ഇവിടെ കുരച്ചിരുന്ന വേറെയും ചില ആളുകളുണ്ട്. എല്ലാവരെയും ഒന്ന് കാണാനാ ഞങ്ങൾ വന്നിരിക്കുന്നത്. വീണ മാഡം, ഇങ്ങ എന്നെ സണ്ട നടന്നിരുന്നാലും അത് നിങ്ങൾക്ക് സന്തോഷമായിരിക്കും എനിക്ക് തെരിയും. ആനാ ഇതൊക്കെ കൊഞ്ചം കാലം മട്ടുന്താ. അതുക്കപ്പുറം എല്ലാവർക്കും എല്ലാമേ തെരിയും. ഇനി ഇത്തരം വിശ്വാസങ്ങളൊക്കെ നീ ഏതെങ്കിലും കുപ്പിയിൽ അടച്ചുകൊണ്ട് വെച്ചാ മതി. അല്ല, ഇപ്പൊ ജീവനെ എതിർക്കാനൊന്നും നീ പോകാറില്ലേ? സുജാതമ്മയ്ക്കും നിത്യയ്ക്കും വേണ്ടി ഉയിര് കൊടുക്കുന്ന ആളല്ലേ നീ? ഇപ്പൊ നീ അങ്ങോട്ടൊന്ന് ചെന്ന് നോക്ക്, കൊന്ന് കത്തിക്കും നിന്നെ ആ ജയാർ. എനക്കതൊന്നും ഒരു പ്രശ്നമില്ല അമ്മ. ഇങ്ങ ഇരുന്ന് സാപ്പിട്ട സാപ്പാടുതാ എന്നോட ഉടമ്പ്. സുജാത അമ്മ വിളമ്പിയ സോറ് താൻ ഇവളോ കാലം ഞാൻ സാപ്പിട്ടെ. അതിനോട് നന്ദി എനക്ക് ഇരിക്കും. ഉയിര് പോണ വരയ്ക്കും ഇരിക്കും.
എന്താ വേലക്കാരൻ ശരവണന്റെ ഒരു ശൗര്യം. അവനെപ്പോഴും അങ്ങനെയല്ലേ. വിപിൻ വാ. എല്ലാ കാര്യങ്ങളും ഭംഗിയായിട്ട് നടക്കുന്നുണ്ട്. അത് നമുക്ക് ചെയ്തെടുക്കാം. ഓക്കെ ഓക്കെ. ഹലോ അങ്കിൾ. ഹലോ വിപിൻ. ഇവിടെ വീട്ടുകാരാരുമില്ലേ അങ്കിളെ? സുജാത മുറിയിലുണ്ട്. ഓ, ജയറിന്റെ ഫ്രണ്ട്സ് വന്നുകൊണ്ടേയിരിക്കുക. JR വന്നിറങ്ങിയപ്പോ കണ്ട് പകർത്താനും പഠിക്കാനും പറ്റിയ ഒരാളെന്നാ അയാളെ കുറിച്ച് ഞങ്ങൾ കരുതിയത്. അത് കഴിഞ്ഞ അങ്കിളിന്റെ വരവും JRന്റെ ഓഫീസിൽ ജോയിൻ ചെയ്യലും. ഞാൻ വീണയോട് പറയായിരുന്നു, പ്രാക്ടിക്കൽ സെൻസ് രഘു അങ്കിളിനെ കണ്ട് തന്നെ പഠിക്കണം. യു ആർ ഗ്രേറ്റ് അങ്കിൾ. ഈ ചില നേരത്ത് നമുക്ക് ചില മാറ്റങ്ങളൊക്കെ വേണ്ടി വരുമല്ലോ. അത് കാലം ഡിമാൻഡ് ചെയ്യുന്നല്ലേ. അങ്കിളെ, ഞാനൊന്ന് ആന്റിയെ കണ്ടിട്ട് വരാം. ചെല്ലേ. വാ വിപിൻ, അങ്ങോട്ട് Okay, നമുക്ക് ശരി, ഇറങ്ങാം. uncle. കേട്ടാ. ഹായ് സുജാത ആന്റി. ഞങ്ങള് ബർത്ത്ഡേ ആഘോഷിക്കാൻ വേണ്ടി വന്നതാ. ജയാറിന്റെ എന്ത് പറ്റി സുജാത ആന്റി? മുഖത്ത് ഒരു ഉത്സാഹം ഇല്ലല്ലോ. മോന്റെ ബർത്ത്ഡേ ആയിട്ട് ഇങ്ങനെ ഇരിക്കുകയാണോ? വീണ ആഘോഷങ്ങൾക്ക് വന്നതാണെങ്കിൽ അതിൽ പങ്കെടുക്കൂ. നമുക്ക് തമ്മിൽ സംസാരിക്കാനൊന്നുമില്ല. നിങ്ങൾക്ക് സംസാരിക്കാനൊന്നുമില്ലെന്ന് എനിക്കറിയാം. പക്ഷേ നിങ്ങളെ ഈ കണ്ടീഷനിൽ ഒന്ന് കാണുമെന്ന് എനിക്ക് തോന്നി. അതുകൊണ്ടാ കയറി വന്നേ. സത്യത്തില് നിങ്ങൾ മാത്രം പോരായിരുന്നു. അമ്മയെ കെട്ടിപ്പിടിച്ച് മോങ്ങാനേ നിങ്ങളുടെ നിത്യ കൂടി വേണമായിരുന്നു ഇവിടെ. ഞാനും എന്റെ മോളും ഇപ്പൊ കുറച്ച് അപകടത്തിലാണ് നിൽക്കുന്നത്. അതിന്റെ അർത്ഥം വീണയ്ക്ക് എന്റെ മുന്നിൽ വന്നു നിന്ന് എന്തും പറയാമെന്നല്ല. മറ്റു പലരും മാറിയതുകൊണ്ട് ഒരിക്കലും സുജാതയെ നിത്യം മാറുമെന്ന് നീ കരുതണ്ട.